തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മികച്ച നേട്ടമാണ് കൊയ്തത്. അംഗത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസിലെ പ്രമുഖരെല്ലാം വിജയിച്ചു കയറി. മിക്ക മേഖലകളിലും ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് യുവരക്തത്തിലൂടെ വലത് ചേരിയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരയ്ക്കപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, സംസ്ഥാന സെക്രട്ടറി ജോമോൻ പുഷ്പകണ്ഠം, മാത്യു കെ ജോൺ, ജോബിൻ മാത്യു ഐമനം തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാം വിജയം കൊയ്തെടുത്തു. UDF ഇത്തവണ തദ്ദേശപ്പോരിനൊരുങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിന് മുൻപെങ്ങും ലഭിക്കാത്ത പരിഗണനയാണ് നൽകിയതെന്നാണ് യുവജന പ്രസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വത്തോട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു കടപ്പാടുകൂടെ അറിയിക്കുകയാണ്. കാരണം മുന്നെങ്ങും കിട്ടാത്ത ഒരു വലിയ പരിഗണനയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതാക്കന്മാർക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നൽകുകയുണ്ടായി. ആ സീറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ നേടിയെടുക്കുവാനും നയിക്കുവാനും നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജില്ലാ ഡിവിഷൻ 14 മത്സരിച്ച് വിജയിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇടതുകോട്ട പിടിച്ചെടുത്താണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ താരങ്ങളായി മാറിയത്. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരയ്ക്കപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷനിൽ നിന്നും, വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഉപ്പുതറ ഡിവിഷനിൽ നിന്നുമാണ് വിജയിച്ചത്. ഇരു ഡിവിഷനുകളും ഇടത് സിറ്റിംഗ് സീറ്റുകളായിരുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ പുഷ്പകണ്ഠം വാർഡിൽ നിന്നും വിജയിച്ച ജോമോൻ പുഷ്പകണ്ഠത്തിലൂടെ ഈ വാർഡ് ആദ്യമായി കോൺഗ്രസ് പക്ഷത്തെത്തി. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോമോനും കാമക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോബിൻ മാത്യുവും പരിഗണനയിലുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം.